പാലരൂപത പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനത്തിലാണ് ശശി തരൂർ MP സംസാരിച്ചത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. ചാർലി തോമസ് എന്ന ഗോവിന്ദചാമിയെ ഉടൻ വിയ്യൂരിലെ അതിസുരക്ഷാ ജയിലിലേക്ക് എത്തിക്കും. ഏകാന്ത സെല്ലാണ് ചാർലി തോമസിനായി ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിലെ കേസുകളിലെ കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന ജയിലാണ് വിയ്യൂർ അതിസുരക്ഷാ ജയിൽ. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. മിഥുൻ അയ്യപ്പനുണ്ട് വിശദാംശങ്ങളുമായി. മിഥുൻ, ചാർലി തോമസിനെ ഒടുവിൽ അതീവ സുരക്ഷാ വലയത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ്, വിയ്യൂരിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ്. ചോദിക്കൂ മിഥുൻ, കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ചാർലി തോമസിനെ വിയ്യൂരിലെ അതിസുരക്ഷാ ജയിലിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ എങ്ങനെയാണ്, ഈ കൊടും കുറ്റവാളിയാണ്, അതീവ സുരക്ഷാ വലയത്തിലാണ്, ഏകാന്ത സെല്ലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ചാർലി തോമസിനെ അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ടോ? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? ഇന്ന് രാവിലെ 7:30 കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട ചാർലി തോമസുമായി പുറപ്പെട്ട വാഹനം ഇപ്പോൾ വിയ്യൂർ സെൻട്രൽ ജയിൽ വളപ്പിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അല്പസമയം നിമിഷങ്ങൾക്ക് മുമ്പാണ് ഇപ്പോൾ ചാർലി തോമസിനെ ഈ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റിയത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏകാന്ത തടവിലായിരിക്കും ചാർലി തോമസ് ഇനി കഴിയുക എന്നുള്ളതാണ്. വിയ്യൂർ അതിസുരക്ഷാ ജയിൽ അത്തരത്തിൽ സജ്ജമാക്കിയിരിക്കുന്നതാണ്. കേരളത്തിലെ കൊടും കുറ്റവാളികളായവരെ പാർപ്പിക്കുന്ന ജയിലാണ് ഈ വിയ്യൂരിലെ അതിസുരക്ഷാ ജയിൽ. വിയ്യൂർ സെൻട്രൽ ജയിൽ വളപ്പിനുള്ളിൽ തന്നെ പ്രത്യേകം കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് ഈ അതിസുരക്ഷാ ജയിൽ നിർമ്മാണം പൂർത്തീകരിച്ചത്. ഏതാണ്ട് 536 പേരെ പാർപ്പിക്കാൻ ശേഷിയുള്ള ജയിലിൽ ഇപ്പോഴുള്ളത് 125 കൊടും കുറ്റവാളികൾ ഇപ്പോൾ അവിടെ കഴിയുന്നുണ്ട്. ഓരോ സെല്ലുകളിലും ഓരോരുത്തരെ മാത്രം പാർപ്പിക്കുക എന്നുള്ളതാണ് അവിടുത്തെ രീതി. ഏതാണ്ട് 4.2 മീറ്ററാണ് ആ സെല്ലുകളുടെ ഉയരമുള്ളത്. ഈ സെല്ലിൽ ഫാനും കട്ടിലും അതുപോലെ തന്നെ CCTV ക്യാമറകളുണ്ട്. അതായത് സെല്ലിനകത്ത് തന്നെ ഈ കുറ്റവാളികളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ CCTV ദൃശ്യങ്ങളിലൂടെ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അത്തരത്തിലാണ് വിയ്യൂരിൽ അതിസുരക്ഷാ ജയിൽ പാർപ്പിച്ചിരിക്കുന്നത്. പിന്നീട് ശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയാണ് ഈ വിയ്യൂരിലെ ഈ ജയിൽ പ്രവർത്തിക്കുന്നത്. സെല്ലുകളിലേക്ക് ഈ പരസ്പരം ആളുകൾക്കും ഏകാന്ത തടവായതിനാൽ മറ്റു കുറ്റവാളികളുമായി ആശയവിനിമയത്തിനോ കാണാനോ ഒന്നും സാധിക്കില്ല. പുറത്തിറങ്ങാൻ പോലും കഴിയില്ല. ഭക്ഷണമടക്കം ഈ സെല്ലിലേക്ക് ജയിൽ ഉദ്യോഗസ്ഥർ എത്തിച്ചു കൊടുക്കും എന്നുള്ളതാണ്. അതായത് പുറത്തേക്ക് ഉള്ള യാതൊരു വിധത്തിലുള്ള പോക്ക് സാധ്യമാവില്ല. ജയിലിൽ തന്നെ 24 മണിക്കൂറും എല്ലാ ദിവസവും കഴിയണം എന്നുള്ളതാണ് ഈ ഒരു ജയിലിൻ്റെ പ്രത്യേകത. ഒപ്പം തന്നെ ഈ 6 മീറ്റർ ഉയരത്തിലാണ് ഈ ഇതിലത്തെ ജയിലിൻ്റെ ഒരു മതിലുള്ളത്. അതിലൊരു 700 മീറ്റർ ചുറ്റളവിൽ 6 മീറ്റർ ഉയരത്തിലുള്ള വലിയ കൂറ്റൻ മതിലുണ്ട്. ആ മതിലിന് മുകളിലും 10 അടി ഉയരത്തിലുള്ള കമ്പി വേലികളുണ്ട്. അതിൽ വൈദ്യുതീകരിച്ചിട്ടുള്ള കമ്പി വേലികളുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ അതിശക്തമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളോട് കൂടിയുള്ളതാണ് വിയ്യൂരിലെ ഈ അതിസുരക്ഷാ ജയിൽ. ഇപ്പോൾ ഈ മതിലിന് പുറത്ത് 4 വാച്ച് ടവറുകളും ഉണ്ട് എന്നുള്ളതാണ്. ഈ 4 വാച്ച് ടവറുകളിൽ 24 മണിക്കൂറും നിരീക്ഷണത്തിൽ ആയുധധാരികളായിട്ടുള്ള പോലീസുകളാണ്, തോക്ക് ധരിച്ചിട്ടുള്ള പോലീസുകാരാണ് ഇവിടെയുള്ളത്. അത്തരത്തിൽ കേരളത്തിലെ കൊടും കുറ്റവാളികളായിട്ടുള്ള വലിയ അക്രമാസക്തരായിട്ടുള്ള അതുപോലെ തന്നെ ഇത്തരത്തിൽ ജയിൽ ചാടാൻ അടക്കമുള്ള വലിയ വകുപ്പുകൾ ചുമത്തി കഴിഞ്ഞിരിക്കുന്ന തീവ്രവാദമടക്കമുള്ള വിഷയങ്ങളിൽ ഉൾപ്പെട്ടുള്ളവരെ അത്തരത്തിൽ അതിസുരക്ഷയോടെ പാർപ്പിക്കുന്ന ഇടമാണ് ഈ വിയ്യൂരിലെ അതിസുരക്ഷാ ജയിൽ. ഈ അതിസുരക്ഷാ ജയിലിലേക്കാണ് ഇപ്പോൾ ചാർലി തോമസ് ഇതിന് അല്പസമയം മുമ്പ് എത്തിച്ചത്. 7:30 കണ്ണൂരിൽ നിന്ന് പുറപ്പെട്ട വാഹനം ഇപ്പോൾ അല്പസമയം മുമ്പ് ഏതാണ്ട് ഒരു 3 മിനിറ്റ് മുമ്പാണ് ഇപ്പോൾ വിയ്യൂർ സെൻട്രൽ ജയിലിൻ്റെ വളപ്പിനകത്തേക്ക് പ്രവേശിപ്പിച്ചത്.
മിഥുൻ, ഈ ചാർലി തോമസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക ജയിൽ ഉദ്യോഗസ്ഥർക്കും കാണും. കാരണം കണ്ണൂരിൽ സെൻട്രൽ ജയിലിൽ നിന്ന് ഇയാൾ ചാടിയത് കൊണ്ട് തന്നെ അവിടെ ഉദ്യോഗസ്ഥർക്കൊക്കെ സസ്പെൻഷൻ വാങ്ങിക്കൊടുത്ത കൊടും കുറ്റവാളിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു തയ്യാറെടുപ്പും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് അത്തരത്തിലൊരു ഭയമുണ്ടെങ്കിലും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇനിയൊരു വീഴ്ച സംഭവിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം മാത്രമല്ല ഇപ്പോൾ ഗോവിന്ദച്ചാമിയുടെ സ്വഭാവം എന്താണ് എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ധാരണ നേരത്തെ ലഭിച്ചിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഇതൊരു പാഠമായി മാറിയിരിക്കുകയാണ് ഈ ജയിൽ ചാട്ടം. കാരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന മൊഴികളിലെല്ലാം ജയിലിലെ സഹതടവുകാരുമായി സംസാരിച്ചിരുന്നു. അവരിൽ നിന്ന് വലിയ രീതിയിൽ പ്രചോദനം ഈ ചാർലി തോമസിനെ ജയിൽ ചാടുന്നതിന് വേണ്ടി ലഭിച്ചിരുന്നു. ഒപ്പം തന്നെ ജയിൽ ചാടുന്നതിന് വേണ്ടിയുള്ള പുതപ്പുകളും അതുപോലെ തന്നെ മുണ്ടും എല്ലാം അവിടെ നിന്ന് തന്നെ ജയിലിനകത്ത് നിന്ന് തന്നെ ലഭ്യമാക്കിയിരുന്നു. ഒപ്പം തന്നെ ജയിലിനകത്ത് ഈ മതിലിലേക്ക് ഓടിക്കയറാനും എല്ലാം ഉള്ള ഒരു പരിശീലനം എന്നുള്ള നിലയ്ക്ക് ഈ ചാർലി തോമസിന് അതിനെല്ലാം തന്നെ അവസരമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം അവസരങ്ങളെല്ലാം തന്നെ ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായും ഒരു ഏകാന്തവാസത്തിലേക്ക് മറ്റു ഇടപെടലുകളില്ലാതെ മറ്റു ചിന്തകളിലേക്ക് കടക്കാൻ അവസരം കൊടുക്കാത്ത രീതിയിൽ അതിസുരക്ഷ ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഗോവിന്ദച്ചാമിയെ സംബന്ധിച്ചിടത്തോളം ഇനി നടത്താനാവുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും മികച്ച അതിസുരക്ഷാ ജയിൽ തന്നെ അതിന് വേണ്ടി വരും. അങ്ങനെയാണ് ഈ വിയ്യൂരിൽ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റുക എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയത്. അതിസുരക്ഷമായിട്ടുള്ള വലിയ രീതിയിലുള്ള അതീവ സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരുപക്ഷെ 6 മീറ്ററോളം ഉയരത്തിലുള്ള മതിലും അതിനു മുകളിൽ ഏതാണ്ട് 10 അടിയോളം ഉയരത്തിലുള്ള വൈദ്യുതീകരിച്ച ഫെൻസിങ്ങും എല്ലാം ഉള്ള ഏറ്റവും അതിസുരക്ഷമായിട്ടുള്ള ഈ ജയിൽ ചാടിക്കടക്കുക ഇനിയൊരു ശ്രമത്തിന് മുതിരുക എന്നുള്ളത് ഒരുപക്ഷെ സാധ്യമല്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇപ്പോഴത്തെ ഈ കർശന സുരക്ഷാ സംവിധാനങ്ങളുടെ ഒരു അടിസ്ഥാനത്തിൽ ചാർലി തോമസിനെ വിയ്യൂരിലെ അതിസുരക്ഷാ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏകാന്ത സെല്ലാണ് ചാർലി തോമസിനായി ഒരുക്കിയിരിക്കുന്നത്. കനത്ത സുരക്ഷയിലാണ് കുറ്റവാളിയെ വിയ്യൂരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കേരളത്തിലെ കേസുകളിലെ കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന ജയിലാണ് വിയ്യൂർ അതിസുരക്ഷാ ജയിൽ. മിഥുനയ്യപ്പനാണ് അവിടെ നിന്നുള്ള വിശദാംശങ്ങൾ പങ്കുവച്ചത്.